ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ രസത്തിൻ്റേതാണ് കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തിയെടുത്തത്, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. ഇൻഗ്രീഡിയൻസ് എല്ലാം സിമ്മിലിട്ട് വറുത്തെടുത്ത് പൊടിക്കുന്ന സമയത്ത് കായത്തിൻ്റെ പൊടിയാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവൻ കായമാണ് കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കഷ്ണം വറുത്തെടുക്കുമ്പോൾ ചേർക്കാം കേട്ടോ. ഉള്ളി ഇതേപോലെ ചതച്ചെടുക്കണം. 1 കപ്പ് ചുവന്നുള്ളിയും 1/4 കപ്പ് വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായി വേവിച്ച് ഉടച്ചെടുക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി ബാക്കിയുള്ള പരിപ്പിലേക്ക് വെള്ളം ചേർത്ത് നന്നായി മിക്സാക്കി അരിച്ചെടുക്കുക കേട്ടോ. ഈ അരിച്ചെടുത്ത വെള്ളം 4 കപ്പോളം ഉണ്ട്. ഇത് പുളിവെള്ളവും കൂടെ ഒരു 5 കപ്പ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. പക്ഷേ ഇത് കുറച്ച് കട്ടിയായി ഇരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പൊടിയും ചതച്ചെടുത്ത ഉള്ളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കി അടച്ച് വേവിക്കുക കേട്ടോ. ഇതേപോലെ ഇത്രയും കട്ടി വേണം. ഇത് ഇനി തിളച്ച് വറ്റി വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. ഈ രസം ഒന്ന് കട്ടിയുള്ളതാണ് കേട്ടോ ടേസ്റ്റ്. നിറയെ വേപ്പില തൂവി അടച്ച് വേവിച്ചെടുക്കുക. ഉള്ളി വെന്ത് വരുന്നതാണ് അതിൻ്റെ പാകം. ഇതിലേക്ക് കടുകും ഉണക്കമുളകും ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി താളിച്ച് ഒഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇത്രയും കട്ടി വേണം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ. ഇത്രയും കട്ടിയാവുമ്പോഴാണ് ചോറിലേക്ക് ഒഴിച്ച് കൂട്ടാൻ നമുക്ക് ടേസ്റ്റ്. ഇത് ഈ ഒരു കറി മാത്രം, ഈ ഒരു രസം മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. ഈ ഒരു മഴക്കാലത്ത് എരിവും പുളിയും ഒക്കെ കൂടെയുള്ള ഈ രസം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിനൊരു പപ്പടം മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി പിന്നെ കാണാം. ബായ്.